ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്ന് 3D ഒറിഗാമി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഒരു സ്ഥലത്ത് രണ്ടമ്മമാരുണ്ട്. രണ്ടമ്മമാർക്കും മക്കളെ ഒരുപോലെ ഇഷ്ടമാണ്. അതിലാദ്യത്തെ അമ്മ, ആ അമ്മയെ നമുക്ക് എ എന്ന് വിളിക്കാം. ആ അമ്മ മക്കളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം തന്നെ ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഇനിയിപ്പോൾ രണ്ട് മക്കളും രണ്ട് തരം ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉണ്ടാക്കി കൊടുക്കും. അതിന് എത്ര കഷ്ടപ്പാടാണെങ്കിലും ആ കഷ്ടപ്പാടൊന്നും മക്കളെ അറിയിക്കാതെ ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറൊരു അമ്മ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, നമ്പർ ബി എന്ന് പറയുന്ന അമ്മ ഇപ്പോൾ ഇന്നൊരു ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല ഫുഡെന്നും, അതിന് വേണ്ട സാധനങ്ങളുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിത്തരാം, ഇല്ലെങ്കിൽ അത് വാങ്ങിയിട്ടേ ഉണ്ടാക്കിത്തരാൻ പറ്റുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ രണ്ട് മക്കളും രണ്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുകയും അടുത്ത ദിവസം അടുത്തയാൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. രണ്ട് ഫുഡും രണ്ടാളെയും കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരമ്മ. ഇതിൽ നിങ്ങൾ ഏതമ്മയുടെ ഭാഗത്താണ്? മിക്കവാറും എല്ലാവരും രണ്ടാമത്തെ അമ്മയുടെ ഭാഗത്തായിരിക്കും അല്ലേ? ഞാൻ രണ്ടാമത്തെ അമ്മയുടെ ഭാഗത്താണ്. കാരണം ഫുഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അവർ പറയുന്ന പോലെ എല്ലാം വളരെ ഒട്ടും താമസമില്ലാതെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലുതായി കഴിയുമ്പം കുട്ടികളുടെ വിചാരം ഈ ഫുഡെന്ന് പറയുന്ന സംഭവം, പ്രത്യേകിച്ചും ടീനേജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഫുഡെന്ന് പറയുന്ന സംഭവം പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളൊന്നും ഇല്ലാത്തതാണ്. ഇടുകുടുക്കിയ ചോറും കറിയെന്ന് പറഞ്ഞാൽ ഉടനെ ഫുഡ് കിട്ടുന്നു ആണ് അവർ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡിന് വേണ്ടി അവർ വാശി പിടിക്കുകയും അതിനുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കുകയില്ല. അതുപോലെ പറയുന്നത് കേട്ടിട്ടില്ലേ, വീട്ടിൽ 4 പേർക്കും 4 തരം ഫുഡ് ഉണ്ടാക്കണം, ഭയങ്കര കഷ്ടപ്പാടാണെന്ന് ചില അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ കുറേയൊക്കെ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം കാണാം. ബായ്.